ഹലോ ഗായ്സ് ഹായ്. ഞാൻ ഇന്ന് പറയാൻ പോണത് ഡാർലിങ്സ് എന്ന ബോളിവുഡ് മൂവിനെ കുറിച്ചാണ്. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജാസ്മീത് കെ റീനാണ്. ഇതിൽ ലീഡ് റോളിൽ വന്നിരിക്കുന്നത് ആലിയ ഭട്ടാണ്. അതിൽ നെഗറ്റീവ് ഷെയ്ഡ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വിജയ് വർമ്മയാണ്. ഹംസ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ മലയാളികളുടെ സ്വന്തം റോഷൻ മാത്യൂസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. സുൽഫി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഷിഫാലി ഷായാണ് ആലിയ ഭട്ടിൻ്റെ അമ്മയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. സംഭവം നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് വയലൻസും പിന്നീട് റിവഞ്ചിനെ ആസ്പദമാക്കി എഴുതിയിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഒരു സെൻറ്റി പടം ആവേണ്ട ഒരു സ്ക്രിപ്റ്റിനെ അതിൻ്റെ ഒരു മേക്കിംഗ് കൊണ്ടിട്ട് അടിപൊളിയായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒരു കോമഡി എലമെൻ്റൊക്കെ കലർത്തി ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഡയറക്ടറിനോട്. പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളൊക്കെ വീട്ടിലും നാട്ടിലൊക്കെ മിക്കവാറുമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഈ ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്ന വീടുകളെക്കുറിച്ചൊക്കെ. എൻ്റെ നാട്ടിൽ പണ്ട് വില്ലേജിൽ പണ്ടത്തെ ഗ്രാമത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ കള്ള് കുടിച്ച് വന്ന് ഭാര്യേനെ എടുത്തിട്ട് ഇടിക്കുന്ന കുറേ ടീംസൊക്കെ ഉണ്ടായിരുന്നു. അവന്മാരൊന്നും ഇല്ല, കള്ള് കുടിച്ച് അങ്ങ് ചത്തുപോയി. പക്ഷേ അവരൊക്കെ ഭാര്യമാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ ടീംസൊക്കെ പണ്ടേ കൊണ്ട് ഇങ്ങനെയുള്ള കഴപ്പ് പിടിച്ച അലവലാദികൾ. അപ്പോൾ അവരെയൊക്കെ കുറിച്ചുള്ളൊരു റെഫറൻസ് എടുത്തിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. എൻ്റെ തന്നെ ഒരു കൂട്ടുകാരൻ്റെ വകയിലെ പെങ്ങളെ ഒരു കൂട്ടുകാരി ഇതുപോലെ തന്നെ എന്തോന്നാണ് പുള്ളിക്കാരത്തി ഡൈവേഴ്സ് ആവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കെട്ടിയവനാണെങ്കിൽ എന്നും എടുത്തിട്ടിരിക്കുമായിരുന്നു. രാത്രി റൂമിൽ പൂട്ടിയിട്ടിട്ട് എടുത്തിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവൾ എന്തിനു ചെയ്തെന്ന് അറിയാമോ? ഇവളാണെങ്കിൽ വേറെ റൂമിൽ പോയി കുറ്റി അടിച്ചിട്ടിരിക്കുക. അപ്പോഴേക്ക് ഇവൻ്റെ അമ്മ വന്നിട്ട് വിളിച്ച് പറയും, മോളെ കതവ് തുറ, അവൻ തല എടുത്ത് ചെവിലിരിക്കണമെന്ന്. അതായത് ഇവക്ക് ഇടിയുണ്ടായാലും കുഴപ്പമില്ല, അവൻ കാണിക്കുന്ന വട്ടിന് അവൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്യണം. ഇതാണ് അവിടുത്തെ അവസ്ഥ. അവസാനം ഇവൾ സഹിയിട്ട് ഡൈവേഴ്സ് ചെയ്തു. പിന്നെ അവൾക്ക് ജോലിയും കൂലിയും ഉള്ളതുകൊണ്ട് അവൾക്കിപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ച് പോകണം പറ്റുന്നുണ്ട്. കാരണം അവളൊരു ഗസറ്റഡ് റാങ്കുള്ളൊരു ആളാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അങ്ങനെ അവിടെ നിന്ന് ഡൈവേഴ്സായി ഇവളെ വീട്ടിൽ വന്നു. പക്ഷേ ഇവളെ വീട്ടുകാരും കുറേയൊക്കെ സപ്പോർട്ട് ചെയ്തു. മോളെ എടുത്തിട്ട് അടിക്കണത് സഹിക്കത്തില്ല ഒരു അപ്പനും അമ്മയും. പക്ഷേ എന്ത് തന്നെയായാലും കുറേ വർഷങ്ങൾ കഴിയുമ്പോഴൊക്കെ പെണ്ണുങ്ങൾ തന്നെയാണ് മോസ്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. കാരണം പിന്നീട് പുള്ളിക്കാരത്തേക്ക് ഒരു കല്യാണം കഴിക്കാൻ പറ്റിയില്ല, മറ്റവനാണെങ്കിൽ വേറൊരു കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇവളെ അനിയത്തിയുടെ കല്യാണം വന്നപ്പോഴേക്കും വീട്ടുകാരൊക്കെ ഇവളെ പിന്നെ കാണുമ്പോഴും ഒരു ചതുർത്ഥിയിൽ ചന്ദ്രനെ കാണുന്ന പോലെയാണ്. പിന്നെ ഇവളെ കാണുമ്പോൾ ആവശ്യമില്ലാതെ വഴക്കടിക്കാനൊക്കെ പോകും. അങ്ങനെ ഇവളാണെങ്കിൽ ഗതികെട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം വേറെ വീടെടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്കാണ് ഈ പ്രശ്നം. വേറെ ഒന്നുമല്ല, കുടുംബത്തിൻ്റെ നാണക്കേടൊക്കെ പിന്നെ ഇവർ ഇങ്ങനെ തലയിൽ കയറ്റി വയ്ക്കുക. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പറഞ്ഞു പോകുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റോറിയാണ്. പക്ഷേ ഈ സിനിമ എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു റിവഞ്ചും ആ ഒരു ഹ്യൂമറസ് എലമെൻ്റൊക്കെ സംവിധായകർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് തന്നെ ആലിയ ഭട്ടും ഇതിലെ ഹംസ എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിലുള്ളൊരു പ്രണയമാണ്, അതായത് വിജയ് വർമ്മ. അപ്പോൾ ഈ പ്രണയിക്കുന്ന സമയത്ത് തന്നെ ആലിയ ഭട്ട് പറയും, നിനക്ക് ജോലിയും കൂലി ഇല്ലാതെ ഒന്നും ഞാൻ നിന്നെ കെട്ടത്തൊന്നുമില്ലെന്ന്. അപ്പോൾ അവൻ പറയും, എനിക്കൊരു ജോലി കിട്ടി, ഗവൺമെൻറ് ജോലി കിട്ടി. പിന്നെ അവൾ പറയും, എനിക്കൊരു പുതിയൊരു ബിൽഡിങ്ങിലോട്ട് മാറണം, ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അവൻ അതിനൊക്കെ സമ്മതിക്കും. ഇതിന് സമയമുണ്ടല്ലോ, നമുക്ക് പുതിയ ഒരു ബിൽഡിങ്ങിലോട്ട് മാറാം, പുതിയ ഫ്ലാറ്റിലോട്ട് മാറാം എന്നൊക്കെ സമ്മതിക്കും. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ കുറച്ച് വർഷങ്ങളുടെ ഒരു കേസാണ് അവർ കാണിക്കുന്നത്. പിന്നെ ഇവനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഹംസ എന്ന് പറയണവൻ എന്നും രാത്രി കുടിച്ചിട്ട് വന്നിട്ട് എടുത്തിട്ട് ചളുക്കാണ് അവളെ എന്നിട്ട് എന്ന് പറയുന്നത് ചെറിയ ഇതൊക്കെ മതി എന്ന് പറഞ്ഞാൽ ഫുഡിൽ എന്തെങ്കിലും കല്ലുകടി എന്തായാലും ഏർപ്പെടുകയാണെങ്കിൽ അപ്പം എടുത്തിട്ട് ചളുക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ മുത്തേ പൊന്നെ എന്നൊക്കെ വിളിച്ചുകൊണ്ടങ്ങ് പോകും. എന്നിട്ട് മറ്റേ ഗുണ്ടുമുട്ടായി മറ്റേ കുറേ പൊമ്മയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവളടുത്ത് മുടിഞ്ഞ സ്നേഹം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷനാണ്, എല്ലാ ദിവസവും ഇത് തന്നെയാണ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവളെ അമ്മ ഷിഫാലി ഷാ വന്നിട്ട് പറയും, എടി നീ എന്തിനടി ഇങ്ങനെ കിടന്ന് ദുരിതം അനുഭവിക്കുന്നത്, അവനെ കളഞ്ഞിട്ട് പോടി എന്നൊക്കെ പറയും. അപ്പോൾ ഇവളാണെങ്കിൽ എന്തോ പണ്ടത്തെ ഒരു പ്രേമം ഇവളും മനസ്സിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇവളുടെ ഒരു സ്വപ്നമാണ് ഒരു കുഞ്ഞ് വേണം, ഒരു പുതിയൊരു ഒരു ഫ്ലാറ്റിലോട്ട് താമസം മാറണം. അപ്പോൾ ഇവർ ബിൽഡറായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ മാത്രമാണ് ഇടഞ്ഞ് നിൽക്കുന്നത്. ഇവനെ അങ്ങനെയൊന്നും താല്പര്യമൊന്നുമില്ല. ഇവർ താമസിക്കുന്ന ഒരു പഴയ ഒരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിലെന്ന് പറയണത് നമ്മൾ ഈ ചേരി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ളൊരു കൾച്ചറാണ് അവിടെ. ഫുള്ള് തിരക്ക്, ഇടുങ്ങിയ റൂം, അങ്ങനെയുള്ളൊരു പഴയൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇവർക്ക് എന്തായാലും ഇവിടെ നിന്നൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ ഈ ബിൽഡറൊക്കെ വന്നിട്ട് മോഹന വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത്, സ്വിമ്മിംഗ് പൂള് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരതിൻ്റെ റേറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയുമ്പോൾ ഇവനാണെങ്കിൽ കേട്ട ഭാവം പോലും നടക്കൂല, പക്ഷേ എടുത്തിട്ട് ചളുക്കുകയും ചെയ്യും കുടിച്ചിട്ട്. ഇവൻ വീട്ടിൻ്റെ അകത്ത് വെച്ചാണ് കുടിക്കുന്നത്.
ഇതിൽ റോഷൻ മാത്യൂസ് സുൽഫി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഷിഫാലി ഷാ ആണെങ്കിൽ ഇവനെ എപ്പോഴും പറ്റിക്കുക. സാധനം വിൽക്കാൻ വരുമ്പോഴേ അത് വില കുറച്ചങ്ങ് വാങ്ങും. അപ്പോൾ ആലിയ ഭട്ടും കൂടെ വരുമ്പോഴേക്കും അതിൻ്റെ പകുതിയുടെ വിലയ്ക്കൊക്കെയാണ് വാങ്ങുന്നത്. ഈ പാവപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് ഇതിൽ സുൽഫിയുടെ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്, റോഷൻ മാത്യൂസിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ റോഷൻ മാത്യൂസ് ഒരു ദിവസം കാണും ഇവളിങ്ങനെ അടിയൊക്കെ കൊണ്ട് പറ്റയായിട്ട് മുഖമൊക്കെ ചുവപ്പിച്ച് നിൽക്കുന്ന സീനൊക്കെ കാണും. ഇവൻ നേരിട്ട് കാണുമ്പോൾ ഇവന് സഹിക്കത്തില്ല. ഇവനാണെങ്കിൽ ഇവൻ്റെ അറിയാവുന്നൊരു പോലീസുകാരൻ്റെ അടുത്ത് പോയിട്ട് പരാതി കൊടുക്കും, കംപ്ലയിൻറ്റ് കൊടുക്കും, ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒരു സംഭവം നടക്കണുണ്ടെന്ന്. അപ്പോഴേക്ക് ഈ ആലിയ ഭട്ടും അമ്മയും കൂടെ ചേർന്ന് ഇവനെ അങ്ങ് ശരിയാക്കിയല്ലോ എന്ന് ആലോചിക്കും. മറ്റേ ഹംസേനെ. അപ്പോഴാണ് പോലീസ് വിളിക്കുന്നത്, പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ പറയും. ഇപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്തെന്നറിയാമോ, ഇവരിപ്പോൾ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ മറ്റേ ഹംസേനെ ശരിയാക്കണം, അത് പോലീസ് അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് അതൊരു കോമഡി ആയിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ മനസ്സിലാവും ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതനുസരിച്ചാണ് വന്നതെന്ന്. അപ്പോഴാണെങ്കിൽ അവർ പറയും ശരി നമ്മൾ കംപ്ലയിൻറ്റ് എഴുതി തരാം എന്ന് അടി കൊണ്ട് ചാവും വയ്യെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് എഴുതും. അപ്പോഴേക്കും ഇവനെ പിടിച്ചുകൊണ്ട് വരും ഹംസ ഒരു TT ആയിട്ടാണ് വർക്ക് ചെയ്യണത്, സെൻട്രൽ റെയിൽവേയിലെ ഒരു ടിക്കറ്റ് എക്സാമിനറായിട്ട് വർക്ക് ചെയ്യണം. അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പോലീസ് അവിടെ മൂലയിലിരുത്തും. അതെന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസിന് 3 കൊല്ലം അകത്ത് പോയി കിടക്കേണ്ടി വരും, ജാമ്യമില്ല, വകുപ്പാണ്. അവനെ പിടിച്ചങ്ങ് ഇരുത്തുക. അപ്പോൾ ഇവനാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല, പോലീസ് സ്റ്റേഷൻ്റെ അകത്തായിപ്പോയി ഈ ഹംസയ്ക്ക്. അപ്പോൾ ഇവളെ അമ്മയും കൂടെ ഇങ്ങനെ കംപ്ലയിൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവളെ വിളിക്കും, എനിക്കൊന്ന് സംസാരിക്കണം, പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് ഹംസ പറയും. അങ്ങനെ പോകുമ്പോൾ ഹംസയാണെങ്കിൽ ഓസ്കാർ ലെവൽ അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. എന്നിട്ട് കരഞ്ഞ് കാല് പിടിക്കും, ഞാൻ ഇനി നിന്നെ പൊന്നു പോലെ നോക്കാം, നിൻ്റെ സ്വപ്നമൊക്കെ ഞാൻ ഇനി സബലീകരിച്ച് തരാം, ഞാൻ നിനക്ക് ഇനി പുതിയൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു തരാം, നമുക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാം, നമുക്കൊരു കുട്ടി വേണ്ടെന്നൊക്കെ ചോദിച്ച് ഇവളങ്ങ് ആകപ്പാടെ ഇതായിപ്പോവും. അങ്ങനെ ഇവളാണെങ്കിൽ കംപ്ലയിൻറ്റ് പിൻവലിക്കുക. അപ്പോൾ ഇവളെ അമ്മയാണെങ്കിൽ പുറത്തിറങ്ങി വന്നിട്ട് പറയും, ഒരു കഥ പറയും. ആ കഥയെന്ന് പറയണത് ഒരു തേളിൻ്റെ കഥയാണ്. ഒരു തേള് നദി കടക്കാനായിട്ട് ഒരു തവളയുടെ സഹായം ചോദിക്കുക. അപ്പോൾ തവള പറയും, നീ എങ്ങാനും കുത്തുകയാണെങ്കിൽ ഞാൻ ചത്തുപോകും. അപ്പോൾ തേള് പറയും, ഞാൻ എങ്ങാനും കുത്തുകയാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങി ഞാനും ചാവും, അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും കുത്തത്തില്ല എന്ന് പറയും. പക്ഷേ ഈ വെള്ളത്തിൻ്റെ നദിയുടെ നടുക്കെത്തുമ്പോഴേക്കും തേളാണെങ്കിൽ തവളയെ കുത്തും. അപ്പോൾ തവളയാണെങ്കിൽ മരിക്കാൻ സമയത്ത് ചോദിക്കും, നീ എന്തിനാണ് എന്നെ കുത്തിയത്, നീയും കൂടെ മരിക്കത്തില്ല എന്ന് ചോദിക്കും. അപ്പോൾ തേള് പറയും, ഇതെൻ്റെ സ്വഭാവമായിപ്പോയി, എനിക്ക് മാറ്റാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ അവളെ അമ്മ പറയും, ഇത് തന്നെയാണ് മോളെ പ്രശ്നം, ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇവനെ മാറ്റാൻ പറ്റത്തില്ല, നീ കളഞ്ഞിട്ട് പോരെന്ന് പറയും. പക്ഷേ ഇവൾ കേൾക്കത്തില്ല. ഇവളാണെങ്കിൽ ഓൾറെഡി വീണ് ഇവൻ പറയണ ഈ വാക്കിലൊക്കെ. അങ്ങനെ ഇവരിങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവൻ ചോദിക്കും, നിങ്ങളാണോ എനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തതെന്ന് ഹംസ. അപ്പോൾ അവരൊന്നും മിണ്ടത്തില്ല. അപ്പോൾ അവളെ മൂക്കിലിട്ട് ഒരു ഇടി കൊടുക്കും ഇവളെ അമ്മേരെ. അപ്പോൾ ചോരയൊക്കെ വരും. അങ്ങനെ ഇവളെ അമ്മ ഇറങ്ങിപ്പോവും. ഇവൻ്റെ അമ്മ വിചാരിക്കും ഇവൾ ഡിഫെൻഡ് ചെയ്യുമെന്ന് ആലിയ ഭട്ട്. പക്ഷേ ആലിയ ഭട്ട് ഡിഫെൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ഇവർ തമ്മിൽ പിന്നെ മിണ്ടാതെയാവും. പിന്നെ എന്ന് പറയണത് ഒരു 3 മാസം ഇങ്ങനെ എന്നെ അങ്ങ് പോവും എന്ന് പറഞ്ഞാൽ അവളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഇതിനിടയ്ക്ക് ആലിയ ഭട്ട് പ്രഗ്നൻറ്റും ആവും. പക്ഷേ ഈ ഹംസയാണെങ്കിൽ എന്നും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പോയിട്ട് ആ ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചോദിക്കും, ആരാണ് കംപ്ലയിൻറ്റ് ചെയ്യണതെന്ന്. അപ്പോൾ പോലീസുകാർ എപ്പോഴും ഓട്ടിച്ചു വിടും. ഇപ്പോഴാണെങ്കിൽ ഈ ഷിഫാലി ഷായ ഉണ്ടല്ലോ, അവരാണെങ്കിൽ പുതിയ ഒരു ബിസിനസ് കാറ്ററിംഗ് സർവീസ് ആരംഭിക്കുക. അപ്പോൾ അങ്ങനെ റോഷൻ മാത്യൂസും കൂടെ ഇവരെ അങ്ങ് സപ്പോർട്ട് ചെയ്യും കാറ്ററിംഗ് സർവീസിന് വേണ്ടിയിട്ട്. ഇപ്പം പോലീസുകാർക്കൊക്കെ ഫുഡൊക്കെ കൊണ്ട് സപ്ലൈ ചെയ്യണത് ഇവനാണ്, സുൽഫിയാണ്. അങ്ങനെ ഇരിക്കണ ഒരു ദിവസമാണെങ്കിൽ സുൽഫി ഇങ്ങനെ അവിടെ പോലീസുകാരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഹംസയാണെങ്കിൽ ആ പോലീസുകാരൻ്റെ അടുത്ത് എന്തോ ഒരു വലിയ ഓഫർ കൊടുക്കുമ്പോഴേക്കും ആ പോലീസുകാരെ ഹംസേനെ കാണിച്ചിട്ട് പറയും, ഇവനാണ് കംപ്ലയിൻറ്റ് ചെയ്തതെന്ന്. അപ്പോൾ തന്നെ ഇവനാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, ഹംസേനെ പതുക്കെ നൈസായിട്ട് പൊക്കിയിട്ട് പറയും, എനിക്കൊരു ലിഫ്റ്റ് തരുമോ, വീട് വരെ ഒന്ന് കൊണ്ടാക്കണമെന്ന്. പിന്നെ ഈ ഹംസേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇച്ചിരി ഒരു ക്രൂഡ് മൈൻഡും നല്ല ഒരു ബുദ്ധിശക്തിയൊക്കെ ഉള്ള ഒരാളാണ്. ഇവനാണെങ്കിൽ ഒരു ചെറിയ കാര്യം മതി അങ്ങ് ഗ്രാസ്പ് ചെയ്തെടുക്കും. അതായത് പറഞ്ഞാൽ ആലിയ ഭട്ടാണെങ്കിൽ ഒരിക്കൽ ഇവൻ്റെ കുടി മാറ്റാനായിട്ട് ഒരു അലോപ്പതി മരുന്നാണെങ്കിൽ മട്ടൻ കറിയിൽ പൊടിച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കി. അപ്പോഴേക്കും ഇവനൊരു ഡൗട്ട് അടിച്ചിട്ട് ഇവൻ പിടിച്ചായിരുന്നു. ഡൗട്ട് വേറൊന്നുമല്ല, ഇവൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ അലോപ്പതിക്കാരെ പറഞ്ഞ ഇന്നും കൂടെ തന്നെയല്ലോ ഇങ്ങനെ കുടിക്കണേന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചോദിച്ചു. അതിൽ ഡൗട്ട് അടിച്ചിട്ട് ഇവനാണെങ്കിൽ ജസ്റ്റ് ആലിയ ഭട്ടിനെ ഇടിക്കണമെന്ന് ഡൗട്ടല്ല, കണ്ടുപിടിച്ചിട്ട് എടുത്തിട്ടിരിക്കുക. അപ്പോൾ ഇവന് ഭയങ്കര ഇതാണ്, ക്രൂഡ് ഇതാണോ. അങ്ങനെ ഇവനാണെങ്കിൽ അപ്പോൾ ഈ ലിഫ്റ്റ് അടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹംസയാണെങ്കിൽ ഇവൻ്റെ അടുത്ത് സുൽഫിയുടെ അടുത്ത് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ സുൽഫിക്ക് മനസ്സിലായി ഈ കംപ്ലയിൻറ്റ് കൊടുത്തത്
സുൽഫിയാണെന്ന് ഹംസയ്ക്ക് മനസ്സിലായെന്ന് സുൽഫിക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ സുൽഫിയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ വെറുതെ കാഷ്വലായിട്ട് എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കും. അപ്പോൾ തന്നെ ഈ ഹംസ ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഹംസ ഇറങ്ങി പോണ സമയത്ത് തന്നെ സുൽഫിയാണെങ്കിൽ ആലിയ ഭട്ടിനെ വിളിക്കും. ആലിയ ഭട്ടിനെ വിളിക്കുമ്പോൾ ആലിയ ഭട്ട് വിചാരിക്കും ഇവ എന്തിന് എന്നെ വിളിക്കുന്നത്. അപ്പോൾ സുൽഫി പറഞ്ഞ് അവ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ആണ് കംപ്ലയിൻറ്റ് കൊടുത്തെന്നുള്ള കാര്യം. അപ്പോൾ അവ അങ്ങോട്ട് വരണോണ്ട് സൂക്ഷിച്ചോളാൻ പറയും. അപ്പോൾ ആലിയ ഭട്ടാണെങ്കിൽ എന്തെന്ന് അറിയാമോ, അപ്പോൾ മനസ്സിലായി അവ എടുത്തിട്ട് ചളുക്കാനാണ് വരണത് ഹംസ. അപ്പോൾ ആലിയ ഭട്ടാണെങ്കിൽ റൂം അടച്ചിട്ടിരിക്കും. പക്ഷേ ഇവനാണെങ്കിൽ ഇവളെ പൊക്കിയിട്ട് എടുത്തിട്ട് അടിച്ച് പറ്റിയാക്കും. എന്നിട്ട് സംശയത്തോടു കൂടി ചോദിക്കും, നീയും സുൽഫിയും തമ്മിൽ എന്തിനാണ് ബന്ധം, നിങ്ങൾ തമ്മിൽ എപ്പോൾ തൊട്ട് ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് തുടങ്ങി, ഈ കൊച്ച് അവൻ്റെ അല്ലേ എന്നൊക്കെ ചോദിക്കും. ഇവളാണെങ്കിൽ ആകെപ്പാടെ ഒന്നും പറയാൻ പറ്റാതെ, കാരണം അടിച്ച് വേദനിച്ച് പൊളഞ്ഞിരിക്കുകയാണ് അവൾ. എന്നിട്ട് അടുത്ത് അങ്ങ് തൂരെറിയും. എന്ന് പറഞ്ഞാൽ ഇവൾ സ്റ്റെപ്പിലൂടെയൊക്കെ വന്ന് വീണ് അങ്ങനെ ഇവളെ ഗർഭമൊക്കെ അങ്ങ് അലസിപ്പോകും. അങ്ങനെ ഇവളുടെ പ്രഗ്നൻസിയൊക്കെ പോയി ഇവളെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇവക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഹംസനെ കൊല്ലണമെന്ന് പറഞ്ഞൊരു ചിന്താഗതി മനസ്സിൽ വരും. കാരണം ഇത്രയും കൊല്ലം എടുത്തിട്ട് അടിച്ച് നരകിപ്പിച്ച് എന്നിട്ട് ഇപ്പോൾ അവളെ കൊച്ചും കൂടെ കളഞ്ഞ്. അങ്ങനെ ഇവളാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങും. കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് ഡോക്ടറിൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട്, എന്നിട്ട് ഹംസയ്ക്കാണെങ്കിൽ കലക്കി കൊടുത്ത് അവനെ ബോധം കെടുത്തിയിട്ട് ചെയറിൽ കെട്ടിയിടും. എന്നിട്ട് അവനെ ഇട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഓരോ കാര്യം പറഞ്ഞ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. ഇവളെ ഇവനാണെങ്കിൽ ഒരു സാധനം വെച്ചിട്ട് അടിച്ചായിരുന്നു, ചെരുപ്പിൻ്റെ ഹീൽ വെച്ചിട്ട്, അതുപോലെയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഹംസയെ കെട്ടിങ്ങനെ അഴിയണ സമയത്താണെങ്കിൽ ഇവനാണെങ്കിൽ അവളെ അടിക്കാൻ വേണ്ടി വരണതും ഇവളെ അമ്മ ഇത് കാണും. സുൽഫി വന്നിട്ട് പിറകെ കൂടെ തലക്കിട്ട് ഒരെണ്ണം കൊടുക്കും ഹംസയെ. അങ്ങനെ ഹംസയെ ബോധം പിന്നെയും പിടിച്ച് അവനെ കെട്ടിയിടും. അപ്പോഴേക്ക് റോഷൻ മാത്യൂസ് വന്ന് നോക്കുമ്പോഴേക്കും, അതായത് സുൽഫി വന്ന് നോക്കുമ്പോഴേക്കും ഹംസ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ധൈര്യം കൊടുക്കുക, എടാ നീ പേടിക്കണ്ട, ഇവനെ നമ്മളിപ്പോൾ തീക്കാൻ പോകണമെന്നൊക്കെ പറയും. അപ്പോൾ റോഷൻ മാത്യൂസ് ഇങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ ഇവനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കാറ്ററിങ്ങിന് സർവീസിന് അവിടെ കൊണ്ട് ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ ചുമ്മാ ഒരു പോലീസുകാരുടെ അടുത്ത് സംശയം ചോദിക്കും, ഈ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ നമുക്ക് കണ്ടിട്ട് നമ്മൾ പറയായിരുന്നു നമുക്ക് ശിക്ഷ വല്ലതും ലഭിക്കുമെന്ന്. അപ്പോൾ പോലീസുകാരൻ്റെ ഡൗട്ടൊക്കെ അടിക്കും. പിന്നെയാണെങ്കിൽ ഇവൻ അന്വേഷിച്ച് നമ്മുടെ ഹംസേനെ അന്വേഷിച്ച് വേറെ സീനിയർ TT ഒക്കെ വന്ന് ചോദിക്കും താക്കോൽ വേണമെന്ന് പറഞ്ഞിട്ട്, അവിടെ എന്തോ ഒരു ഡ്രോ തുറക്കാനായിട്ട്. അപ്പം ഇവനാണെങ്കിൽ ആദ്യം ഉരുണ്ട് കളിക്കുക, അവനാണെങ്കിൽ നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഗതി കെട്ടിട്ട് ഇവനെ കൊണ്ട് കാണിച്ചു കൊടുക്കുക. അതേസമയം ഇവനെ ഇഞ്ചക്ഷൻ എടുത്തിട്ടിരിക്കുകയാണ്, ഇവന് മിണ്ടാൻ പറ്റത്തില്ല ഹംസയ്ക്ക്. അങ്ങനെ സീനിയർ TT അവിടെ നിന്ന് പോയതിന് ശേഷം ഇവരാണെങ്കിൽ ഒരു പ്ലാൻ ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആദ്യം ഇവൻ്റെ ഒരു മിസ്സിങ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഇവനെ എവിടെയെങ്കിലും കൊണ്ടിട്ട് തട്ടണം. അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഫയൽ ചെയ്യും ഒരു മിസ്സിങ് കംപ്ലയിൻറ്റ്. അപ്പം പോലീസുകാരന് ഡൗട്ട് അടിക്കും ഇവൻ്റെ മിസ്സിങ്ങിൽ ഇവർക്ക് എന്തോ പങ്കുണ്ടെന്ന്. അങ്ങനെ പോലീസുകാരനാണെങ്കിൽ ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് പറയുമ്പോൾ ഇൻസ്പെക്ടർ പറയും ആദ്യം ഇവരെ വീട്ടിൽ തന്നെ പോയെന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഈ പോലീസ് വനിതയുണ്ട്, എല്ലാവരും കൂടെ ഇവരെ വീട്ടിലോട്ട് വരും. അപ്പോൾ ഇവരെ വീട്ടിലാണെങ്കിൽ സുൽഫിയും ഹംസയും മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്കാണെങ്കിൽ ഹംസ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഇവർ ഒന്ന് നോക്കുമ്പോൾ സുൽഫി മാത്രമുണ്ട്. അപ്പോൾ പോലീസുകാരന് ഡൗട്ട് അടിക്കും സുൽഫിയാണോ കിഡ്നാപ്പ് ചെയ്തതെന്ന്. അപ്പോൾ സുൽഫി പറയും ഞാൻ കിഡ്നാപ്പ് ചെയ്യുമെങ്കിൽ ഞാൻ എന്തിന് ഇവിടെ വന്ന് നിൽക്കണമെന്ന് ചോദിക്കും. അപ്പം ഈ തള്ളയും മോളും കൂടെ ഒരു പരിപാടി ചെയ്യും, എല്ലാം കൂടെ കൊണ്ട് സുൽഫിയുടെ തലയിലിടാനായിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ആരെയും അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ സുൽഫി പറയും ഇവർ രണ്ടുപേരും എന്ന് പറയുമ്പോഴേക്ക് ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് അവൻ്റെ വാ പൊത്തിപ്പിടിക്കും. എന്നിട്ട് അപ്പോൾ ഈ സുൽഫിയുടെ അടുത്ത് പോലീസുകാരൻ ചോദിച്ചു അപ്പോൾ നീ ഇവളും തമ്മിൽ ഡിങ്കോൾഫി ചെയ്യണുണ്ടല്ലേടാ എന്ന് ചോദിക്കും. അപ്പം അവൻ പറയും ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ തള്ള ഒരു ബുദ്ധി പ്രയോഗിക്കും, അതെ ഇവന് വൺ സൈഡ് ലവ് ഉണ്ട് അവളുടെ അടുത്ത്, അതുകൊണ്ടാണ് അവനെ തട്ടിക്കൊണ്ട് പോയത് ഹംസേനെ സുൽഫി. അപ്പോൾ സുൽഫി പറയും എനിക്ക് ലവ് ഉണ്ട്, അത് പക്ഷേ ഇവളുടെ അടുത്തല്ല, അവളെ അമ്മയുടെ അടുത്താണെന്ന് പറയും. അപ്പം ഇവളെ അമ്മയാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ എന്തോന്നും പോലെയൊക്കെ ആയിട്ട് പോലീസുകാരനെ വിളിച്ചിട്ട് പറയും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവനാണ് അവനെ തട്ടിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞ് ഫ്ലാറ്റ് അങ്ങ് മറിച്ചിടും. അപ്പോഴേക്കും മറ്റേ പോലീസുകാരെ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പറയും ഇവൻ അവിടെ കിട്ടിയിട്ടുണ്ടെന്ന്, ഹംസേനെ കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോകും. പക്ഷേ ഹംസയ്ക്ക് മിണ്ടാനൊന്നും പറ്റത്തില്ല, ഈ സെഡാക്റ്റീവ് ഇഞ്ചക്ഷൻ എടുത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ വീണ്ടും ഹംസേനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഹംസനെ കൊണ്ടൊരു വീഡിയോ എടുക്കും. അവന് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നുണ്ട്, ഡെയിലി വന്നിട്ട് ഭാര്യയെ അടിക്കുന്നത് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഹംസനെ വീണ്ടും അടിച്ച് ബോധം കെടുത്തി നേരെ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് കെട്ടിയിടും. അപ്പോഴേക്കും ആലിയ ഭട്ടിനാണെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു ഗിൽറ്റ് ഫീൽ ചെയ്തിട്ടാണെങ്കിൽ കുറ്റബോധം വന്നിട്ടാണെങ്കിൽ അവനെ തുറന്നു വിടും. അപ്പോൾ എന്നിട്ട് ഹംസയുടെ അടുത്ത് പറയും നീ പൊയ്ക്കോ എന്ന് പറയും. അപ്പോൾ ഹംസ പറയും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സെൻറ്റി ഡയലോഗൊക്കെ അടിക്കും. അപ്പോൾ അവളാണെങ്കിൽ ആലിയ ഭട്ട് പറയും പോടാ എണീച്ചെന്ന് പറയും.
അപ്പോഴാണെങ്കിൽ ഹംസയുടെ ഉള്ളിലെ മൃഗമൊക്കെ പുറത്ത് വരും. ഹംസ പറയും നിന്നെയൊന്നും ഞാൻ വെറുതെ വിടത്തില്ല, നിന്നെയൊക്കെ ഞാൻ തീർത്ത് കളയുന്നൊക്കെ പറയും. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അങ്ങ് ബാക്കിലോട്ട് പോകും. ബാക്കിലോട്ട് പോകുമ്പോഴേക്കും ഒരു ട്രെയിൻ വന്ന് ഇടിച്ച് ഹംസ അങ്ങ് മരിക്കും. ഇവരാണെങ്കിൽ ഹംസനെ തൂക്കിയെടുത്തുകൊണ്ട് പോകണമെങ്കിൽ അവിടുത്തെ താഴെയുള്ളൊരു ചേച്ചി കാണുമായിരുന്നു. പക്ഷേ ഇവരാണെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പറയും ഹംസ ഒറ്റയ്ക്കാണ് ഇറങ്ങി പോകണമെന്ന്. പിന്നെ ഇവൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ കണ്ടിട്ട് പോലീസുകാർ വിചാരിക്കും ഇതൊരു സൂയിസൈഡാണെന്ന്. അങ്ങനെ വലിയ കേസൊന്നും ഉണ്ടാവാതെ ഇവരങ്ങ് ഊരിക്കിട്ടും. പടം നല്ല പടമാണ്, കണ്ടുകൊണ്ടിരിക്കാനൊക്കെ അടിപൊളിയാണ്, സൂപ്പർ പടമാണ്. നിങ്ങൾ പോയി കാണി.